കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ തലയിൽ, വധുവിന്റെ തലയിലേക്ക് ആദ്യം കൈവക്കണം വരൻ. ആദ്യ കാഴ്ചയിൽ അതാണ് ചെയ്യേണ്ടത്. പെണ്ണ് കാണൽ ചടങ്ങുണ്ട്, അതതിനു മുമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ? പിന്നെ കാണലില്ലല്ലോ. പിന്നെ കാണുന്നത് ചിലപ്പോൾ മണിയറയിലായിരിക്കും. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് താലി ചാർത്താനായിട്ട് അങ്ങോട്ട് വരുമായിരിക്കും. താലി കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുക്കുന്നു, മഹർ കൊടുക്കുന്നു. മഹറായിട്ടാണ് ഇപ്പൊ താലിമാല വെക്കുന്നത്, മഹറായിട്ട് കൊടുക്കുന്നു. ആ സമയത്ത് പെണ്ണിന്റെ തലയിലേക്ക് കൈവച്ചിട്ടൊരു ദുആ സുന്നത്തുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, എത്രയോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇസ്ലാമികപരമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഉമ്മത്ത് പലപ്പോഴും മാറി ചിന്തിക്കുന്നു, അതൊക്കെ ശ്രദ്ധ പതിപ്പിക്കാതെ പോകുന്നു. اللهم إني أسألك خيرها وخير ما جبلتها عليها وأعوذ بك من شرها وشر ما جبلتها عليها. അല്ലാഹുവേ, ഇവളിൽ നിന്നുള്ള എല്ലാ ഖൈറിനെയും ഞാൻ ചോദിക്കുകയാണ്. ഇവളിൽ എന്തെല്ലാം ഖൈറുകൾ നീ പടച്ചിട്ടുണ്ടോ, സൃഷ്ടിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ നിന്നോട് തേടുന്നു അല്ലാ. ഇവളെ തൊട്ടുള്ള എല്ലാ ശുറൂർ ഫസാദുകളെ തൊട്ടും കാവൽ തേടുന്നു അല്ലാ. ആദ്യമായി വരൻ വധുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന കാഴ്ചകൾ ഒരൊറ്റ കാഴ്ചയല്ലാതെ, കല്യാണ പെണ്ണിനെ കാണുന്നതാകുന്ന കാഴ്ചയല്ലാതെ മറ്റൊരു കാഴ്ചത്തിന് വേണ്ടിയുള്ള കാഴ്ചകളും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇന്ന് നടക്കുന്ന മിഠായി കൊടുക്കലും വാങ്ങലും, മൊബൈൽ കൊടുക്കലും വാങ്ങലും, സേവ് ദ ഡേറ്റിന് വേണ്ടി പോകലും, അത്തരത്തിലുള്ള യാത്രകളും വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന ഒരുമിച്ചുള്ള താമസവും വർത്തമാനവും ഒന്നും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നതേ അല്ല. ഏതെങ്കിലും പാശ്ചാത്യ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ റീൽസ് കാണിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ നിന്നെ തരംഗത്തിലേക്ക് കൊണ്ടുവരുമ്പോ അത് കണ്ടുകൊണ്ട് പെങ്ങളെ നീ നകളിക്കല്ലേ. എനിക്കും ഇത്തരത്തിലുള്ള പ്രവണത വേണമെന്ന് ആശ വെക്കാൻ മുസ്ലിം പെണ്ണേ നിനക്ക് പാടില്ല. നീ അല്ലാഹും റസൂലും പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവളാണോ? നാളെ സ്വർഗം വേണമെന്ന് ആവശ്യപ്പെടുന്നവളാണോ? സാലിഹീങ്ങളാകുന്ന മക്കളെ നിനക്കിലൂടെ പറക്കണമെന്ന് ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്നവളാണോ? എന്നാൽ നീ ശ്രദ്ധിക്കൽ അനിവാര്യമാ. ആദ്യ കാഴ്ചയിൽ വരൻ വധുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. കൊടുക്കണം. മൂർധാവിൽ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ദുആ കൊടുക്കണം. അപ്പൊ തന്നെ പകുതി റാഹത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം എല്ലാ ഖൈറും ചോദിക്കാൻ എല്ലാ ഷർറിനെ തൊട്ട് കാവലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളവൂല. കാരണം നേരത്തെ തന്നെ കാവല് തേടിയിട്ടുണ്ട്. അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇത് ഈ കാവലത്തേട്ട് ഇല്ലാത്തതുകൊണ്ടാണ് 2 ആഴ്ച കഴിയുമ്പോൾ ഇളക്കം തുടങ്ങും. അല്ലാഹുവേ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. പിന്നെ അവരുമായിട്ടുള്ള വിവാഹ ജീവിതം തുടങ്ങുകയാണ്. 2 റക്അത്ത് അവർ സുന്നത്ത് നമസ്കരിക്കണം. ഭർത്താവ് ഇമാമത്ത് നിൽക്കുന്നു, ഭാര്യ പുറകിൽ നിൽക്കുന്നു. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. വിവാഹ ജീവിതത്തിലെ ഖൈറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാന്യമായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ കാവൽ പടന്മാരായി കബൂലാക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ജാമഅ ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി, ആരെങ്കിലും തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, വലം യുസമ്മില്ലാഹ തആല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ, അഥവാ അഊദു ബിസ്മിയും ചൊല്ലാതെയാണ് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നത് എങ്കിൽ, സിനിമ കണ്ട് സീരിയൽ കണ്ട് പാശ്ചാത്യരുടേതാകുന്ന വീഴ്ചകൾ കണ്ടിട്ട് അതേപോലെ കാമഭ്രാന്തി വെറുപാന്തും പൂന്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പ്രാപിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പാടില്ല. പരിശുദ്ധ ഇസ്ലാം അന്യവൽക്കരിച്ച കാര്യമാണ്. ഹറാമാകുന്ന തലത്തിലേക്കുള്ള കാഴ്ചകളും ഹറാമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളും പാടില്ല. നിന്റെ ഭാര്യയുമായി ആദ്യമായി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് അതിലേക്ക് പ്രവേശിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇല്ലെങ്കിൽ അതിൽ ജനിക്കുന്നതാകുന്ന
ചെറുതാകുന്ന കുട്ടികൾക്ക് പൈശാചികത ഉണ്ടാകുമേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, എത്രയോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാകുന്ന വാക്യമാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആല, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അഊദു ബിസ്മിയും ചൊല്ലിയിട്ടില്ല എങ്കിൽ ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു, പിശാച് അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കിടക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻതവ യൻതവി, ചുരുണ്ട് കിടക്കും. പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ഉണ്ടാകും. ഫയുജാമിഉ മഅഹാ, അവളുമായി നീ ബന്ധപ്പെടുമ്പോൾ പൈശാചികമാകുന്ന ബന്ധപ്പെടലാണ് ഉണ്ടാവുക എന്നും ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ അധ്യാപനമാണ്. തമാശയായി കാണല്ലേ മുസ്ലിമേ. ഇതൊക്കെ നിസാരവൽക്കരിച്ച മുസ്ലിമീങ്ങൾക്ക് പിറക്കുന്ന മക്കൾ ഇന്ന് മോശപ്പെട്ട ശൈലിയല്ലേ. റമദാൻ മാസത്തിൽ പോലും നോമ്പ് നോൽക്കാത്ത മക്കളില്ലേ, കള്ളു കുടിക്കുന്ന മക്കളില്ലേ, വ്യഭിചരിക്കുന്ന മക്കളില്ലേ, സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയ മക്കളില്ലേ, മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന മക്കളില്ലേ, MDMA LSD അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ ദുഷിച്ചതാകുന്ന മക്കളുണ്ട്. അതുകൊണ്ട് നവമിഥുനങ്ങളാകുന്ന യുവാക്കളെ, യുവതികളെ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരി, നിന്റെ ഭാര്യയുമായി ഏത് സമയത്തും കടപ്പറയിലേക്ക് പോയാലും അഊദു ബിസ്മി ചൊല്ലിക്കൊണ്ട് കടക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ മക്കളെ സാലിഹീങ്ങളാവണോ, പെങ്ങളെ നിനക്ക് ലഭിക്കുന്നതാകുന്ന കുട്ടി സാലിഹാവണോ, ഇത് ശ്രദ്ധിക്കൽ അനിവാര്യമാ. ഇത് തമാശയ്ക്കുന്ന കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ്. പിശാചി എവിടെയും പ്രവേശിക്കുമെന്നാണല്ലോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മനുഷ്യ നിന്റെ രക്തത്തിൻ്റെതാകുന്ന, രക്തം സഞ്ചരിക്കുന്നതാകുന്ന നരമ്പുകളിൽ പോലും പിശാച് കടക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടേക്കെല്ലാം പിശാച് സഞ്ചരിക്കുമേ ഹബീബുനാ റസൂലുള്ളാഹി. പിശാചിന് അതിനുള്ള കഴിവുണ്ട്. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബ വൽ ഖൻസീർ, നായയുടെയും പന്നിയുടെയും രൂപത്തിൽ വരെ പിശാച് രൂപം അറിയുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നാൽ മലക്കുകൾ നായയുടെയും പന്നിയുടെയും രൂപം അവർക്ക് വരാൻ സാധിക്കില്ല. അതൊഴിച്ച് ബാക്കിയുള്ള കോലത്തിൽ മനുഷ്യന്റെ രൂപത്തിലൊക്കെ ആർക്ക് വരാൻ സാധിക്കും? മലക്കുകൾക്ക് വരാൻ പറ്റും. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ വന്നിട്ടുണ്ട്, ഹദീസിലുണ്ടല്ലോ. ആർക്കാണ് തിരസ്കരിക്കാൻ പറ്റുന്നത്, അവഗണിക്കാൻ പറ്റും? മനുഷ്യന്റെ രൂപത്തിൽ വരും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖൻസീർ, നായയുടെയും പന്നിയുടെയും രൂപത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോലത്തിലും ആർക്ക് വരെ വനം? മലക്കുകൾക്ക് രൂപം അറിയാമെന്നാണ് ഹദീസാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഇതൊരു നിസ്സാരമായ കാര്യമായി കാണരുത്. പലരും മുഅ്മിനീങ്ങളും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു അവഗണനയോടുകൂടി ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്, പലപ്പോഴും മറന്നുപോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നതോ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ്. നിനക്കുണ്ടാവുന്ന മക്കൾ, അവരുടെ തലമുറ പരമ്പരകൾ, അത് മുഴുവനും ആത്മീയത ഇല്ലാതായി പോകും. അതുകൊണ്ട് തുടക്കം മുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അതാണ് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ കുട്ടി ജനിച്ചു കഴിയുമ്പോ കുട്ടിയുടെ കാതിൽ ആദ്യം ബാങ്ക് കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം പിശാച് പുറത്തു പോകാനാണ്. ബാങ്ക് കൊടുത്ത അങ്ങനെയാണ് പിശാച് അപ്പം പുറത്തു പോകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവാണ് വലിയവൻ. ഇത് കുട്ടിയുടെ കാതിലേക്ക് കൊടുക്കുമ്പോ പിശാച് ഓടുമേ. എത്രത്തോളം കീഴ്വായി വിട്ടുകൊണ്ടാണ് പിശാച് ഓടുക എന്ന് വരെ ഹദീസിലില്ലേ. അതിലേക്കൊന്നും കടക്കുന്നില്ല. ബാങ്കിനെയൊക്കെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ചെറിയ കാര്യമല്ല ബാങ്ക് വിളിക്കുന്ന വ്യക്തിയും ഉന്നത സ്ഥാനമാണ് നാളെ മഹ്ശറയിൽ.
ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിലേക്ക്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നതാകുന്ന ക്ഷണിതാക്കളെക്കാൾ ഏറ്റവും ഉത്തമൻ ആരുണ്ട്? ഏറ്റവും മഹത്തമായ സ്ഥാനമാണ് നാളെ മഹ്ശറയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ ജനങ്ങൾ മുഴുവനും വന്ന് നിൽക്കുമ്പോൾ 12 വർഷം കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് മുഴക്കുന്ന ഏതൊരു മുഅദ്ദിനുണ്ടോ സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു കബൂലിയത്ത് നൽകട്ടെ. നമ്മുടെ മുഅദ്ദിന്മാരൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഅദ്ദിൻ എന്നാണ് ബാങ്ക് വിളി, അല്ലാഹുവിന്റെ വിളി അറിയിക്കുന്ന വ്യക്തിയാണ്. പള്ളിയിലേക്കുള്ളതാകുന്ന ക്ഷണിതാവാണത്. സാരമല്ല, ഈ ബാങ്ക് കൊടുക്കുന്നതോടുകൂടി കുട്ടിയിൽ നിന്ന് പിശാച് ഓടും. ജനിച്ച കുട്ടിക്ക് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കൾക്ക് വിളിച്ച് ബാങ്ക് കൊടുക്കണം. മക്കൾ രാത്രി കിടന്നിട്ട് ഭയങ്കര കരച്ചിൽ, ഒച്ചപ്പാടും ബഹളവും. പെണ്ണുങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, ഇന്നലെ ഒരു തുള്ളി ഉറക്കിയില്ല, പങ്കടന്ന് കീറ്റലായിരുന്നു, ഒച്ചപ്പാടും ബഹളവും എന്ന് പറയാറില്ല. അപ്പം കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കാം. അതിന് ബാങ്ക് കൊടുക്കാൻ വാപ്പാക്ക് അറിയണ്ടേ? വാപ്പാക്ക് ബാങ്ക് കൊടുക്കാൻ അറിയാൻ പറ്റില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ ഇല്ല കുല്യായിൽ കാഫിറിന് ഓതി പോലെയാണ്, മറങ്ങി നിൽക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിനപ്പുറത്തോട്ട് അറിയില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇക്കാമത്തായി പോകും, ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ബാങ്കായി പോകും. ആ കോലത്തിലുള്ള ബാങ്കും ഇക്കാമത്തും, വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇക്കാമത്തും. കുട്ടി ജനിച്ചാൽ ഉടനെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ കൊടുക്കണം. കൊടുക്കുമ്പോ കുട്ടിയിൽ നിന്ന് പൈശാചികത മാറും, ഉറപ്പാണത്. ഇതൊക്കെ ഇമാമികൾ പറഞ്ഞ ഫത്ഹുൽ മുഈനിലുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്താണ് ബാങ്കിന്റെ വിഷയത്തിൽ പറയുമ്പോൾ. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, മോട്ട് കാണിക്കുന്ന, കുസൃതികൾ കൂടുതൽ കാണിക്കുന്ന, വീട്ടിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്നതാകുന്ന പൈശാചികത ഉളവാക്കുന്ന മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? മക്കൾക്ക് മാത്രമല്ല, വലിയവർക്ക് വരെ വലത്തെ കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും. ബാങ്ക് വെക്കാതെ പള്ളി മാത്രം കൊടുക്കാനില്ല, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊടുക്കണം. വീട് പൈശാചികത ഒഴിവാകും. അതിന് വലിയ മൈക്ക് കെട്ടിയൊന്നും കൊടുക്കണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? അല്ലാതെ കൊടുത്താൽ മതി. വീട്ടുകാർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ കുട്ടി ജനിച്ചാൽ ഉടനെയുള്ളതാകുന്ന ബാങ്കും ഇഖാമത്തും അവിടെ ആണ് ഇല്ല എങ്കിൽ അവിടെ ഒരു പെണ്ണ്, ശുദ്ധിയായ പെണ്ണാണ്, അവക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ആളെ തപ്പുക. പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആളെ വിടുകയാണ്. പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ആള് വരുന്നത് വരെ വെയിറ്റ് ചെയ്തത്. ആ കുട്ടിയിൽ പൈശാചികത കൂടുകയാണ്. ആ കുട്ടിയിൽ എത്രയും പെട്ടെന്ന് പിശാച് ഒഴിവാക്കണം. പ്രസവിച്ച് വീണാൽ ഉടനെ കേൾപ്പിക്കേണ്ടതാണ് ബാങ്ക്. പക്ഷെ അത് നടന്നിട്ടില്ല. കാരണം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അല്പം വൈകും, കുറച്ച് കഴിഞ്ഞിട്ടും കൂടി വരും. അല്ലാതെയും പ്രസവം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ തന്നെ പ്രസവം എടുത്ത് ഇപ്പൊ കേസും പൊക്കാറുമായിട്ട് നടക്കുന്ന വിഷയം. അത്തരത്തിലുള്ള കോലാഹലങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെ ആളുകൾ. വേറെ ആര് ചെയ്തെല്ലാലും കുഴപ്പമില്ല, ഈ ഖൗമ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമായി, കോലാഹലമായി സമൂഹത്തിൽ ഉണ്ടാക്കാൻ. അതുകൊണ്ട് പ്രത്യേകം അത്തരത്തിലുള്ള വിഷയങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് താഴ്മയായി പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉണർത്താൻ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചവരെന്ത് ചെയ്യും? പ്രസവം എടുക്കാൻ ഭർത്താവ് മാത്രം ഒറ്റയ്ക്ക് നിൽക്കാൻ, എന്നിട്ട് കടയിൽ പോയിട്ട് സാധാ ബ്ലേഡ് വാങ്ങിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൊക്കിൽ കൂടി കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇന്ന കോഴ്സ് പാസ്സായെന്ന് പറയും. ഏത് കോഴ്സ് പാസ്സായാലും അവസാനം ഇപ്പൊ കണ്ടില്ലേ, സർട്ടിഫിക്കറ്റിന് വേണ്ടി കടന്ന് ഓടുകയാണ്, നെട്ടോട്ട് ഓടുകയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് കരുതിയാണ് ഇവർ കേസ് കൊടുത്തത്. നോക്കിയപ്പോ ഇപ്പൊ ഇവർക്കെതിരെ കേസായി. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അത് മറ്റൊരു വിഷയം നിൽക്കട്ടെ. പഴയ കാലത്ത് ചെയ്തിരുന്നു, ഓക്കെ, ശരി തന്നെയാണ്. ഇപ്പോഴും ചെയ്യാൻ പറ്റൂല, ചെയ്തോ. പക്ഷെ ഇത്തരത്തിലുള്ള കുടിസിൽ കൂടും. നമ്മുടെ കാലഘട്ടത്തിലെ നിയമങ്ങൾക്കനുസൃതമായി തന്നെ ജീവിതം പറ്റുള്ളൂ. അതിനെതിരായി ഒരു കാര്യം ചെയ്താൽ അത് പ്രയാസമാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ കൈകാലിട്ടടിച്ച് മതത്തെ പിന്നെ കൂട്ടുപിടിക്കരുത്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരല്പം വൈകും. സാധാരണ ശരീരത്തിലുള്ള കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതാകുന്ന രക്തമൊക്കെ പരിപൂർണമായി തുടച്ചു നീക്കി കഴുകിയൊന്ന് റെഡിയാക്കി ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. പിന്നെ അവിടെ ഒരു വൈകൽ ഉണ്ടാകാൻ പാടില്ല. അവിടെ എത്രയും പെട്ടെന്ന് കുട്ടിയെ കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം? വലത്തെ കാതിൽ ബാങ്ക്, ഇടത്തെ കാതിൽ ഇഖാമത്ത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ? അപ്പൊ നേരത്തെ പൈശാചികത ഒഴിവാക്കാൻ വേണ്ടി ശാരീരിക ബന്ധത്തിന് മുമ്പ് ഔദും ബിസ്മും പറഞ്ഞതോ അതും വേണം. ഇവിടെയും കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ബാങ്കും ഇഖാമത്തും പറഞ്ഞതോ ഇതും വേണം. ഇതൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ്.
ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകരുത്. പലരും ബാങ്കും ഇഖാമത്തും ഇവിടെ ശ്രദ്ധിക്കും, തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ല, അതും അപകടമാണ്. ഇത് രണ്ടും വേണം. ബാങ്ക് മാത്രം പോരാ, വലത്തെ കാതിൽ ബാങ്കിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ് വലത്തെ കാതിൽ ഓതി കൊടുക്കണം. എന്താ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ ഇനിഷ്യലാണ്. നമുക്കൊക്കെ ഇനിഷ്യൽ ഉണ്ടാവും, പേരിനോടൊപ്പം എം അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ എ ഇങ്ങനെയൊക്കെയുള്ള ഇനിഷ്യൽ ഉണ്ടാവും. അല്ലാഹുവിന്റെ ഇനിഷ്യലാണ് ഇത് സൂറത്തുൽ ഇഖ്ലാസ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു സൗന്ദര്യവാനാണ്, സൗന്ദര്യവാനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടം വെക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ജമാലിയതുഹു, അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താണ് നബിയേ? പറയുമോ അല്ലാഹുവിന്റെ സൗന്ദര്യം എന്താണ് എന്നാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അഹദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന്റെ സൗന്ദര്യം അവൻ ഏകനാണ്, അവൻ പരാശരരഹിതനാണ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തത്തുല്യമായി ലോകത്ത് ഒരാളും ഇല്ല. ഇതാണ് അല്ലാഹുവിന്റെ ജമാലിയത്ത് ഇൻഷലെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗഹീദിന്റെ ഏറ്റവും മഹനീയമായ സൂറത്താണ് ഇത്, സൂറത്തുൽ ഇഖ്ലാസ്. ഇതാണ് ആദ്യം കുട്ടിയുടെ കാതിലേക്ക് കൊടുക്കേണ്ടത്. ശരിക്കും മനസ്സിലാക്കണേ, നല്ലതുപോലെ മനസ്സിലാക്കുക. സൂറത്തുൽ ഇഖ്ലാസ് മറത്തൻ, ഒരു പ്രാവശ്യം എന്തോതണം? സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. മാത്രമല്ല വലത്തെ കാതിൽ തന്നെ ഓതണേ സൂറത്തുൽ ഖദരി, സൂറത്തുൽ ഖദർ പാരായണം ചെയ്യണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദർ കുട്ടിയുടെ വലത് കാതിൽ ഓതണേ. മൻ ഖറഅ സൂറത്തുൽ ഖദരി മറത്തൻ വാഹിദ ഫീ ഉദ്നി സബീഹി ലം യുഖദ്ദിരില്ലാഹു സിനാ തൂല ഉംരിഹി. ആരെങ്കിലും കുട്ടിയുടെ കാതിലേക്ക് സൂറത്തുൽ ഖദർ പാരായണം ചെയ്തുവോ, ആ കുട്ടിക്ക് ഒരിക്കലും വ്യഭിചരിക്കേണ്ട അവസ്ഥയുണ്ടാവില്ല. ഹറാമായ തലത്തിലേക്ക് കണ്ണോ കാതോ ശരീരത്തിന്റെ അവയവങ്ങളോ കൊണ്ടുപോകുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലം യുഖദ്ദിരില്ലാഹു സിനാ തൂല ഉംരിഹി. എത്ര വയസ്സ് ജീവിച്ചാലും ആയുസോളം പരിപൂർണമായി വ്യഭിചാരത്തിൽ നിന്ന് മുക്ത ജീവിതമാണ്. ഒരിക്കലും ഹറാമായ തലത്തിലേക്ക് ആ കുട്ടി പോകില്ല. ജനിച്ചാലുടനെ വലത് കാതിൽ ബാങ്കും ഇഖാമത്തിനോടൊപ്പം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ഖദർ നമ്മളിപ്പോ അസറക്കരിക്കുമ്പോഴും മാരുക്കരിക്കും മാത്രം ഓതി വിടുകയാണ്. ഈ സമയത്ത് റമദാനി മാത്രമുണ്ട് സൂറത്തുൽ ഖദർ അപ്പം മാത്രമല്ല, അല്ലാത്തപ്പോഴും ഓതണം. ലൈലത്തുൽ ഖദറിന്റെ രാവാണ് ഇന്ന്, അല്ലേ? 29. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 7 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതണമെന്നാണ്. അപ്പൊ ഇന്നത്തെ മഗ്രിബിന് ശേഷം സുബഹിക്ക് മുമ്പായിട്ട് സൂറത്തുൽ ഖദർ, ഈ സൂറത്ത് എത്ര വട്ടം ഓതണം? ഒന്ന് ഉറക്കെ പറയും സഹോദരങ്ങൾ, എത്ര വട്ടം ഓതണം? 7 പ്രാവശ്യം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അമലിനുള്ളതായി പറയുന്നത് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
വെറുതെ ഇങ്ങനെ ഹാഹു പറഞ്ഞിട്ട് പോവല്ല, ഇൽമു പറഞ്ഞിട്ട് പോവാ. ശരിക്കും നല്ലതുപോലെ ശ്രദ്ധിച്ചോ. قال علي رضي الله تعالى علي رضي الله عنه പറയുകയാണ്, من قرأ سورة القدر 7 مرات في ليلة القدر عفاه الله من كل بلاء. ആരെങ്കിലും സൂറത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 7 പ്രാവശ്യം പാരായണം ചെയ്തു, എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു അവനെ കാക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലി റളിയല്ലാഹു അൻഹു? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാര് തങ്ങളാണ്. അലിയാണ് എന്റെ മരുമകനാണ്. ആ അലിയാര് തങ്ങളാണ് പറഞ്ഞത് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 7 പ്രാവശ്യം സൂറത്തുൽ ഖദർ ആരൊരുവനെ പാരായണം ചെയ്തു, അഫാഹുല്ലാഹു മിൻ കുല്ലി ബലാ, എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും അവന് കാവലാണ്, കാവലാണ്. മാത്രമല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഹേതുവാണ് അലി റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതെപ്പോഴാ ഓതേണ്ടത്? നേരത്തെ മഗ്രിബിന് ശേഷം സുബൈക്കുമായിട്ട് ലാസ്റ്റ് ചാൻസ് ആണ്. ഒരുപക്ഷെ ഇതുകൊണ്ട് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് സംരക്ഷണമാണ് അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. അപ്പൊ സൂറത്തുൽ ഖദർ ജനിച്ചപ്പം മാത്രം അല്ലെങ്കിൽ റമദാനിലെ ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണത് സൂറത്തുൽ ഖദർ. അതുകൊണ്ടാണല്ലോ യാത്രയുടെ വേളയിൽ ഇവിടെ ശ്രദ്ധിക്കുക, യാത്ര തുടങ്ങുമ്പോൾ ഏതോതും സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വണ്ടിയിലേക്ക് ചാവി ഇട്ടിങ്ങടെ തിരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഖദർ 3 വട്ടം ഓതണം. കാർ ഓടിക്കുമ്പോൾ, സ്കൂട്ടർ ഓടിക്കുമ്പോൾ, എന്നിട്ട് വേണം പോകാൻ. അങ്ങോട്ട് ഓടിച്ചാൽ അവിടെ ഇവിടെ പോയി ഇടിക്കും. അല്ലാഹു ആക്കുമാറാവട്ടെ. അങ്ങനെ ഓതിയാലെന്താ? ആ യാത്രയോടനീളം അല്ലാഹു സംരക്ഷണമാണ്, ഒരു പ്രയാസം ഉണ്ടാവൂല, നല്ല സംരക്ഷണം. അല്ലാഹു കാവൽ നസീബാക്കുമാറാവട്ടെ. ഒക്കെ മനസ്സിലാക്കണം സൂറത്തുൽ ഖദറിന്റെ മഹത്വം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അത് ഈ സമയത്തും ഈ സന്ദർഭത്തിലും പ്രത്യേകം പുണ്യമായതുകൊണ്ടാണ് ഇതൊന്ന് ഉണർത്തിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് ജനിച്ച കുട്ടിയുടെ കാതിൽ, വലത്തെ കാതിൽ കൊടുക്കണം ഇതൊക്കെ. അപ്പൊ എന്തൊക്കെയായി? ബാങ്കായി, ഇടത് കാതിൽ ഇഖാമത്തായി, വീണ്ടും വലത്തെ കാതിൽ വീണ്ടും തിരിച്ചു നെട്ടുന്നു കൊടുക്കണം. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ ഓതി കൊടുക്കണം. ഇനി ഒരു ആയത്ത് കൂടിയുണ്ട്. അതേതാത്? വഇന്നി ഉഇദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയുടെ കാതിൽ കൊടുത്തതാകുന്ന മനോഹരമാക്കപ്പെട്ടതാകുന്ന വാക്കാണത്. പരിശുദ്ധമായ ഖുർആൻ ലോകരെ പഠിപ്പിക്കുകയാണ്. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. മറിയം ബീബി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചതാണ് രക്ഷിതാക്കൾ. പ്രസവിക്കപ്പെട്ടപ്പോൾ ആണല്ല, പെൺകുട്ടിയാണ്. അല്ലാഹുവേ, ഇത് പെണ്ണാണല്ലോ, ഇതാ മുറാദ് ഹാസിലാവട്ടെ. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി നേർച്ച നേരുകയാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഇതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊടുത്തുകൊണ്ട് മഹദിയാകുന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്. വഇന്നി ഉഈദുഹാ ബിക وذريتها من الشيطان الرجيم. ഇവളെയും ഇവരുടെ പരമ്പരകളെയും പിശാചിനെ തൊട്ട്, ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നിന്നോട് ശരണം തേടുന്നു അല്ലാഹ്.
കുട്ടിയുടെ കാതിൽ കൊടുക്കേണ്ടതായ ദുആ ആണ്. സർവ്വ ഇമാമിങ്ങളും രേഖപ്പെടുത്തുകയാണ്. ശാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, കുട്ടിയുടെ കാതിൽ കൊടുക്കേണ്ട പ്രാർത്ഥനയാണ്. ആലി ഇംറാൻ സൂറത്തിലെ 36-ാമത്തെ വചനത്തിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ ഭാഗം മാത്രം ഒന്ന് ഓതണേ. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അതിനാണ് സൂറത്തിന്റെ ആയത്ത് നമ്പർ പറഞ്ഞത്. ആലി ഇമ്രാൻ സൂറത്ത് 36-ാമത്തെ ആയത്ത്. ശരിക്കും ശ്രദ്ധിക്കണേ, അതിന്റെ അവസാനത്തെ ഭാഗം അത് മാത്രം മതി. ഈ വചനം മാത്രം കാണാതെ പഠിച്ചോ. ഏതായത് കൂടെ ഒതുക്കുക, പഠിക്കും. وإني أعيذها بك وذريتها من الشيطان الرجيم. പിശാചിനെ തൊട്ട് മക്കളെ സംരക്ഷിക്കൽ ഇസ്ലാമിൽ മുസ്ലിമിന് ഏറ്റവും വലിയ സംഗതിയാണ്, കാര്യമാണ് എന്നറിയിക്കുന്ന വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഭാര്യമായി കടപ്പറയിലേക്ക് പോകുമ്പോഴും അഊദു ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. സുന്നത്താണ്. കുട്ടിയുണ്ടാകുമ്പോ കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കൽ പൈശാചികത ഒഴിവാക്കാനുള്ള പ്രവണതയാണ്. അവർക്ക് സൂറത്തുൽ ഖദർ ഓതലോ വ്യഭിചരിക്കാതെ കുട്ടിയെ സംരക്ഷിക്കാൻ ഹേതുവാണ്. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മയല്ലേ ദുആ ചെയ്തത്? ഈ ദുആയിലൂടെ കിട്ടിയ നേട്ടമെന്തെന്നറിയുമോ? മറിയം ബീവി ഇന്ന് വരെ ലോകത്ത് ഒരു മനുഷ്യനുമായി സ്പർശനം നടത്തിയിട്ടില്ല. അല്ലാഹു ആദരിക്കുകയാണ്. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളുമായി സ്പർശനം നടത്തിയിട്ടില്ല. ഭർത്താവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരെ കൊടുത്തു? കുട്ടിയെ കൊടുത്തു. അതാണ് ആര്? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അതാണ് ഈസാ നബിക്ക് റൂഹ് എന്ന പേര് കൂടി വരാൻ കാരണം. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. മാത്രമല്ല, ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പഠിപ്പിച്ചത് ആ പെണ്ണിനെയാണ്. ആരെ? മറിയം ബീവി റളിയല്ലാഹു അൻഹ. പഠിക്കണം ഉമ്മത്ത്. ضرب الله مثلا للذين آمنوا امرأة فرعون إذا قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ലോക മുസ്ലിമീങ്ങൾക്ക് രണ്ട് പേരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി സത്യവിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ ഉദാഹരണമായി അല്ലാഹു പഠിപ്പിച്ചത്. ലോക ചരിത്രത്തിൽ രണ്ട് പെണ്ണുങ്ങളെയാണ്, സ്ത്രീകളെയാണ്. ഒന്ന് ആസിയ ബീവിയാണ്. ഫിർഔന്റെ കിരാതമാകുന്ന വാഴ്ചകൾക്ക് വിധേയമായപ്പോഴും അല്ലാഹുവിനോട് സ്വർഗത്തിൽ മനോഹരമാകുന്ന ഭവനം നൽകി എന്നെ നീ ആദരിക്കണേ അല്ലാ. മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും ചോദിച്ചതാകുന്ന ഈമാനിന്റെ കനകക്കട്ടിയാകുന്ന ആസിയ ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയാണ്. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിലേക്ക് പെങ്ങളെ നിന്നെ അല്ലാഹു എടുത്തെറിഞ്ഞാലും, ഏതെല്ലാം പീഡനങ്ങൾക്ക് മുസ്ലിമീങ്ങൾ പാത്രീഭൂതരായിരുന്നാലും, ഏതെല്ലാം നിലക്കുള്ള പ്രയാസങ്ങൾ ഈ ഉമ്മത്തിന് വന്നാലും ആസിയ ബീവിയുടെ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് ഈമാൻ നിറവെടിയാക്കണേ, ശ്രദ്ധിക്കണേ. ഇസ്ലാം മതത്തിൽ നിന്ന് പോകല്ലേ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു മനോഹരമാകുന്ന വീട് നീ എനിക്ക് നൽകണേ അല്ലാ.
മറിയം ബീവി മരണാസമയത്ത് ദുആ ചെയ്യുന്ന പ്രാർത്ഥനയല്ലയോ ഫിർഔനിന്റെ ഭാര്യയായി നിലകൊണ്ടവരല്ലേ, വിശ്വസിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരല്ലേ, അല്ലാഹുവിൽ അചഞ്ചലമായി ഈമാൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഫിർഔനിൽ നിന്ന് സ്വന്തം ഭർത്താവിൽ നിന്ന് പീഡനമുറകൾ ഏൽക്കേണ്ടി വന്ന പെണ്ണല്ലേ, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠയാക്കപ്പെട്ട വനിതയാണവർ, മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ മാതൃകയാണവർ. രണ്ടാമതായി ഖുർആൻ പറയുകയാണ് വമറിയം ബനത ഇമ്രാൻ. ലോക ചരിത്രത്തിൽ ആസിയാ ബീവിയുടെ പേര് പോലും അല്ലാഹു സൂറത്തിന് വെച്ചിട്ടില്ല. സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമാകുന്ന മറിയം ബീവിയുടെ പേര് അല്ലാഹു നൽകുകയാണ്. ഇതൊരു സാദാസീത പെണ്ണല്ല. വമറിയമ ഇബ്നത ഇമ്രാൻ. ഇമ്രാനിനും ഹന്നത്തിനും മക്കളായി അല്ലാഹു കൊടുത്തതാകുന്ന തങ്കക്കനിയല്ലേ മറിയമേ. ആ മറിയം ഒരു സാദാസീത പെണ്ണല്ല. അഹ്സനത ഫറജഹ. അല്ലാഹ് ക്വാളിറ്റിയായി ഏറ്റവും എടുത്തു പറഞ്ഞത് ഒരു പെണ്ണിന് വേണ്ടുന്ന കന്യകത്വം കാത്ത് സംരക്ഷിച്ചവനാണ്. അഹ്സനത ഫറജഹ. ഹറാമായ തലത്തിലേക്ക് തന്റെ ശരീരത്തെ കൊണ്ടുപോകാത്ത പെണ്ണാണ്. അന്യരമായി മോശപ്പെട്ടതാകുന്ന പ്രവണത ആ പെണ്ണിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടാവാത്തത് ഉമ്മ ദുആയിരുന്നതാണ്. കുട്ടി ജനിച്ചപ്പോൾ തന്നെ എന്ത് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. നിന്നെയും നിന്റെ സന്താന പരമ്പരകളെയും അല്ലാഹു നിന്നെ തൊട്ട് കാവലത്തൊടുന്നു, ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ കൊടുക്കണേ. ഇന്ന് വരെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് അല്ലാഹു ഇവന് എല്ലാവിധ കാവൽ കൊടുക്കണേ, പിശാചിനെ തൊട്ട് ദ്വാരന്നിട്ടുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മന്ത്രിച്ചിട്ടുണ്ട്. അത് ഓതിയാൽ തന്നെ നിന്റെ മേത്തുള്ള ശൈത്താൻ ആദ്യം ഇറങ്ങിപ്പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശൈത്താൻ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഓതാൻ പറ്റാത്ത. ഒന്ന് ഓതിക്കഴിയുമ്പോൾ നിന്റെ മേത്തുള്ളത് ആദ്യം ഇറങ്ങും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളിതൊന്നും ഇല്ല, ഇതിനൊന്നും ഇസ്ലാമികമല്ല എന്ന് കരുതിയിട്ട് നമ്മളിരിക്കുക. അതുകൊണ്ടെന്നാ എല്ലാ പൈശാചികതയിലേക്ക് മക്കൾ പോകും. കുട്ടികളെ പിശാചിൽ നിന്ന് പൈശാചികളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം കൊടുക്കുക ഒരു രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ കടമയാണ്. അതാണ് കടമ. ഒന്നാമത്തെ കടമ അതാണ്. നമ്മളതൊന്നും പൂർത്തീകരിക്കുന്നില്ല. നമ്മളെല്ലാം ഇങ്ങനെ കൊടുക്കുക, കഴിക്കുക. എങ്ങനെ കുഴിമന്തി വേണോ അവന് പിടിച്ചോ, കിഴിപൊറോട്ട വേണോ, ഇന്നാ നല്ല ഫ്രൂട്ട്സ് കഴിക്കും, വിറ്റാമിൻ ഉണ്ടോ കഴിക്കുക, റാഹത്തായിട്ട് കഴിക്കുക, എല്ലാം കൊടുക്കുക. പൈശാചികയിൽ നിന്ന് ഒഴിവാക്കുക, അതാണ് ഏറ്റവും വലുത്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അത് കൊടുക്കാൻ പറ്റിയില്ല, എല്ലാം പോയി. ബാക്കി വിറ്റാമിൻ ഒന്നും കൊടുത്തിട്ടൊന്നും ഒരു കാര്യം. നമ്മളതാണല്ലോ വൈകുന്നേരം എന്താ കഴിക്കാനെന്ന് ചോദിക്കുന്നത്. പെണ്ണുങ്ങൾ രാവിലെ ഉറക്കത്തിൽ 11 മണിയാകുമ്പോൾ പുറത്തോട്ട് വന്ന ഭർത്താവ് ആദ്യം ചോദിക്കുന്നതാ എന്താ വൈകിട്ട് ആഹത്തായിട്ട് എന്താ ഇടിയപ്പോ, നാടൻ കോഴിയാണോ, എന്താ? അതാണ് നമുക്ക് അറിയേണ്ടത്. വൈകിട്ട് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഉറങ്ങണം. മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ, ഒരു ഖുർആൻ ഓതുന്നുണ്ടോ, ദിക്ർ ചെല്ലുന്നുണ്ടോ, അവൻ എവിടെ നിസ്കരിച്ചോ, സുബഹി നിസ്കരിച്ചോ, പള്ളിയിൽ പോയോ, ഇന്ന പള്ളി കണ്ടില്ലല്ലോ ചോദിക്കാൻ ഒന്നും വാപ്പാക്ക് നേരെയില്ല. ഇതുവരെ റമദാൻ ഇപ്പൊ 10-28 എവിടെ എത്തി മോനെ ഖത്തം ചോദിക്കാനും ഉമ്മാക്ക് സമയമില്ല. ഉമ്മാടെ ഖത്തം തീർന്നിട്ടില്ല, ഉമ്മ ഖത്തം വഴങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാഹു ആക്കുമാറാവട്ടെ. നമ്മുടെ അവസ്ഥ ഇതാ. അതുകൊണ്ട് മക്കളിൽ പൈശാചികത ഒഴിവാക്കുക. അതിനുള്ള ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ടുള്ള വിഷയം എത്രയാ വിഷയങ്ങൾ കിടക്കുന്നത്. ഇതെത്ര വിഷയമാണ്, വിശാലമായ സബ്ജക്റ്റാണിത്, നിസ്സാര വിഷയമല്ല. എവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഇസ്ലാം പറയാൻ അല്ലാതെ ഒരു കുട്ടിയെ ഒരു എത്തിയടിക്കുന്ന നാക്കിയെടുക്കാൻ പ്രയാസമാണ്. തുടക്കം നന്നാവണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിവാഹം കഴിക്കുന്ന തലം മുതൽ ശ്രദ്ധിക്കണം. ആരെയാണ് നീ കല്യാണം കഴിച്ചത്, ഏത് പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്? ദീനൊന്നും ഇല്ലാത്ത 24 മണിക്കൂറും യൂട്യൂബിൽ കാണുന്ന എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാലി വെച്ചിട്ട് ബെഡ്റൂമിൽ പോയി കടന്നിട്ട് എല്ലാം കണ്ടു തീർക്കുന്ന പെണ്ണിനെയാണോ? പിന്നെ മക്കൾ പോയി. അല്ലാഹു ആക്കുമാറാവട്ടെ. അവരുടെ മക്കൾ പിന്നെ ഭൗതികതയിലേക്ക് ഉറ്റി വീണിട്ടില്ല എങ്കിലേ അതിശയുള്ളൂ. എല്ലാ പേക്കൂത്തുകൾക്കും അടിമപ്പെടും, ഉറപ്പാണ്. നമ്മുടെ കയ്യിൽ ഖുർആൻ ആദ്യം ഉണ്ടാകണം, എന്നാലേ മക്കളും കാറ്റലോഗാകുന്ന ഖുർആൻ വഴികാട്ടിയായിട്ട് കയ്യിലെടുക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
കൊണ്ട് ഈ ആയത്ത് പഠിച്ചു വെച്ചു. ആലി ഇമ്രാൻ 36-ാമത്തെ വചനം, വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. കുട്ടിയുടെ കാതിൽ കൊടുക്കേണ്ടതാണ്. മറിയം ബീവിക്ക് ഇത് ഊതി കൊടുത്തപ്പോഴാണ് മറിയം ബീവിയിലും മറിയം ബീവിയുടെ സന്താനങ്ങളിലും ഈസാ നബി അലൈഹിസ്സലാം പൈശാചികത ഉണ്ടായിട്ടില്ല. ഭയങ്കര സംഭവമാണ് പറയുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഇബാദത്തിന് വേണ്ടി ഒരു മഠം കൊടുത്തു എന്നാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് അല്ലാഹു കാണാൻ നമുക്കൊക്കെ തൗഫീഖ് നസീബാക്കട്ടെ. ആ ഇബാദത്തിന്റെ പ്രത്യേകമായ സ്ഥലം നിർണയിച്ചു കൊടുത്തു. അവിടെ ആരാധനയുമായി കഴിഞ്ഞുകൂടുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഒരാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഖുർആനാണ് പറയുന്നത്. സൂറത്ത് മറിയം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഖുർആൻ അല്ലാഹു പറയാണ് മറിയം ബീവിയുടെ ചരിത്രം ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുറു ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ വർഷങ്ങളായി ഒരാളുമായി വർത്തമാനമില്ല, ആരോരുമായി സംസാരമില്ല. സംസാരിക്കുന്നത് ഒരാളുമായിട്ടാണ്, അള്ളാഹുമായിട്ടാണ്. അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ട് മതിവരോളം റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് കടന്നു വരുകയാണ്. മറിയം ബീവിയുടെ ചാരത്തേക്ക് മനുഷ്യ രൂപത്തിൽ മലക്ക് കടന്നു വരികയാണ്. ഉടനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ കാവല് തേടുകയാണ്. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ റബ്ബിനെ പേടിക്കുന്നവനാണ് എങ്കിൽ നിന്നെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. പുറത്ത് പോകണേ. എന്റെ റൂമിൽ നിന്ന് പുറത്തു പോ. പെട്ടെന്ന് ഒരു മനുഷ്യ രൂപത്തിൽ ഒരാൾ റൂമിൽ വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുറത്തു പോ, നിൽക്കരുത്. അഊദു ബിർറഹ്മാനി മിൻക, നിന്നെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുന്നു എന്നാ പറഞ്ഞു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുമായിട്ടൊരു കണക്ട് ഉണ്ട് ഇവിടെ. കാരണം മനുഷ്യ രൂപത്തിൽ ആര് വരും? മലക്ക് വരുമെന്ന് പറഞ്ഞത് ഇവിടെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യരൂപത്തിൽ വരികയാണ്. വന്നത് എന്തിനാ? സന്തോഷ വാർത്ത അറിയിക്കാനാണ്. നിനക്കൊരു കുഞ്ഞുണ്ട്, ഇതാ പിറക്കാൻ പോകുന്നു എന്ന് അറിയിക്കാനാണ്. ഇന്ന് വരെ ഒരാളുമായി സ്പർശനം നടത്താത്ത, ഒരു പരപുരുഷനുമായി ബന്ധം പുലർത്താത്തതാകുന്ന അവരിലൂടെ അള്ളാഹു കുട്ടിയെ സമ്മാനിച്ച് ലോകത്തിന് അത്ഭുതമാക്കി അള്ളാഹു കൊണ്ടുവരാൻ. ഒരു വെല്ലുവിളിയായി ശാസ്ത്രത്തിന് ഇന്നും നിലനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഒരാളുടെ സ്പർശനമില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹു കുട്ടിയെ സമ്മാനിച്ചു. കാരണം മറിയമിന്റെ ഉമ്മാടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ ഈ കുട്ടിയെ എല്ലാ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. പരിപൂർണമായ സംരക്ഷണം അല്ലാഹു. ഒരു ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോയിട്ടില്ല, ഒരു ഹറാമായ തലത്തിലേക്ക് കൈകൊണ്ടുപോയിട്ടില്ല, ഒരു ഹറാമായ തലത്തിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുപോയിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിയെ വർണ്ണിച്ചത് അല്ലാഹു ഖുർആനിൽ അതുകൊണ്ടാണ്. അവർ സാദാസീത പെണ്ണല്ല, അഹ്സനതു ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ നല്ലതുപോലെ കാത്തു സംരക്ഷിച്ചവളാണ്. അതാണ് ക്വാളിറ്റി, ഒരു പെണ്ണിന്റെ ക്വാളിറ്റി അതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ല സിനിമയ്ക്ക് വേണോ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം തുറന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഓഡീഷൻ റാഹത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വൈറലായി, വലിയ വിഷയമായി പുകലായി എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ അഭിനയിപ്പിക്കണം, അന്നാ തുറന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം തുറന്ന് കാണിച്ചു കൊടുത്തെന്നാ പറയുന്നത്. അല്ലാഹു ആക്കുമാറാക്കും, എല്ലാം കാണിച്ചു കൊടുത്തു. കാരണം അഭിനയിക്കാൻ കിട്ടിയാൽ മതി. ഇതാണ് ലോകം. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം ഉണ്ടാവണം, അവളുടെ കന്യകത്വം. അത് പണയം വെക്കാൻ പാടില്ല. അതാണ് ഏറ്റവും വലുത്, ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് അതാണ്. ഒരു പെണ്ണിൽ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റി ആയ ഖുർആൻ പറഞ്ഞതും അത് തന്നെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അവൾ ലോക മുസ്ലിമീങ്ങൾക്ക് തന്നെ മാതൃകയായത്. ആണുങ്ങൾക്കും സ്ത്രീകൾക്കും അടക്കം ലോകത്തുള്ള എല്ലാ വിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി, പഠിക്കാനുള്ള പാഠമായി മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അടയാളപ്പെടുത്താനുള്ള കാര്യം അവളിലുള്ള ക്വാളിറ്റിയാണ്.
ഒരാളുമായിട്ട് ആവശ്യമില്ലാത്ത വർത്താനം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ ഒരാളെ കിട്ടിയാൽ നമ്മളൊക്കെ സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുക. അൽഹംദുലില്ലാ ഒരാളും ഇല്ലാതിരിക്കായിരുന്നു, ഒരാളെ കിട്ടിയല്ലോ റാഹത്ത്. സംസാരിക്കുമല്ലോ. പള്ളിയിൽ പോയിരിക്കുക, ഏത്തിക്കാഫിനായി ഇരിക്കുന്നത് അവസാനത്തെ 10 കുറെ നേരം ദിക്ർ ചൊല്ലിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ അതിലേക്കൂടെ പോകുന്നു. അയാളെ തോണ്ടി വിളിക്കുമ്പോൾ അജയരെ എവിടെ പോവാ എന്ന് ചോദിക്കും. കാരണം എന്താ? ഒറ്റക്കിരുന്ന് മടുത്തു. നമ്മൾ പള്ളിക്കകത്ത് ഏത്തിക്കാഫ് ഇരിക്കാൻ പോയത് അവസാനത്തെ 10 പോയത്. കുറഞ്ഞ നേരം ഇരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാളെ കിട്ടിയപ്പോൾ നമുക്ക് സംസാരിക്കണം തോന്നുകയാണ്. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. പക്ഷെ ആ പ്രകൃതത്തെ തോൽപ്പിച്ച് ഒരു അന്യ പുരുഷന്റെ സ്പർശനം കണ്ടപ്പോ അള്ളാഹിനെ പേടിച്ചുകൊണ്ട് നീ റൂമിൽ ഇറങ്ങണം, എന്നോട് അള്ളാഹുവിനെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്, ഇറങ്ങാൻ പറഞ്ഞു മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഈമാൻ. അപ്പൊ ആ മലക്കിന്റെ ഒരു മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, ഞാനൊരു മലക്കാണ്. വന്നത് നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങൾക്ക് ഗർഭധാരണമുണ്ടാകും, നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ പ്രസവിക്കും, കാരണം ഞാൻ വലം യംസസിനി ബശറുൻ വലം അകു ബഗിയ. അപ്പൊ അതിൽ വിശദീകരിക്കുന്നില്ല. മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞ ചരിത്രം യൂട്യൂബിലുണ്ട്. മറിയം ബീവിയുടെ വഫാത്തും ഒക്കെ പറഞ്ഞത്, വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്. സമയം പോലെ സ്ത്രീകളൊക്കെ ഒന്ന് കേൾക്കുക, നന്നാവാൻ ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാക്കും. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് പഠിക്കണം, ഈ ഉമ്മത്ത് പഠിക്കേണ്ടതാണ്. അവർ പറഞ്ഞു, എന്നെ ഇന്ന് വരെ ഒരാൾ സ്പർശനം നടത്തിയിട്ടില്ല, ഒരാൾ തൊട്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭധാരണം ഉണ്ടാവും? അള്ളാഹുവിനൊക്കെ എളുപ്പമാണ്, പടച്ചവനൊക്കെ നടത്തും, അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുകയും മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇട്ടിരിക്കുന്നതാകുന്ന വസ്ത്രത്തിൻ്റെതാകുന്ന പോക്കറ്റിലെ സൈഡ് പോക്കറ്റിന്റെ ഭാഗത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഊതുകയും ചെയ്തു എന്നാണ്. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ, ഊതി, ആ ഊത്താണ് റൂഹ്. അതിലൂടെയാണ് ആര് വരുന്നത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഗർഭധരിക്കുന്നത് എന്ന് ഖുർആൻ. വലിയ വിശാലമായ ചരിത്രമാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അത്രയേറെ സൂക്ഷ്മത വെക്കാൻ കാരണമായി തീർന്നു ഉമ്മയുടേതാകുന്ന കാവലത്തേട്ടം. ജനിച്ചു വീണപ്പോൾ തന്നെ ഉമ്മ കൊടുത്ത ദുആ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ ദുആ അത്രയേറെ ഫലമുള്ള ദുആ ആണ്. ഇത് നിസ്സാരമായ ദുആ അല്ല. എല്ലാ ഇമാമിയങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായി ഓർക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുണ്ട്. നമ്മുടെ ജീവിത വിജയത്തിന്റെ വിളിയാളമാണ് മക്കൾ. സാലിഹീങ്ങളാകുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യൽ അനിവാര്യമാണ്. മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. മക്കളില്ലാതെ ഇപ്പൊ വിവാഹം കഴിഞ്ഞു, ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഒക്കെ കഴിഞ്ഞു. മക്കളെ കിട്ടാൻ ദ്വാ കൂടി വേണം. ദ്വാവും വേണം, മറ്റേ 2 കാര്യങ്ങളും വേണം. ദ്വാ മസ്റ്റാൻ. അതും ദ്വാ ചെയ്യുമ്പോൾ കുട്ടികളെ വേണമെന്നല്ല ദ്വാരക്കേണ്ടത്. പിന്നെ ദ്വാരക്കണം, സാലിഹായ ഒരു മകനെ എനിക്ക് തരണേ അല്ലാഹ്, അങ്ങനെ ദ്വാരക്കണം. സാലിഹായ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം. അത് ആണാവട്ടെ പെണ്ണാകട്ടെ. ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ അല്ലാഹ്. പലരും ദുആരക്കാൻ വേണ്ടി ലിസ്റ്റ് എഴുതി തരും. പലപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പലരും എഴുതുന്ന കമന്റുകളിൽ പെട്ടതാണ്, കുട്ടികളുണ്ടാകും ദുആരക്കണം, 10 വർഷമായി 17 വർഷമായി. കുട്ടികളുണ്ടായിട്ട് കാര്യമില്ല. കുട്ടികളുണ്ടായി അവൻ നിന്റെ കഴുത്തെ പിടിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർന്നു. ഒരു കുട്ടി ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ജയിലിലേക്ക് പോകും, ഏകദേശം തീരുമാനമായി കിടക്കുക. അല്ലാണ്ടില്ലേ വെഞ്ഞാറമൂട്ടിൽ, അതും ഒരു കുട്ടിയാണ്. 5 പേരെ കൊലപ്പെടുത്തിയുള്ളൂ, പാവം പിടിച്ചവനാ, സാധു. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതൊരു കുട്ടിയാണ്. കുട്ടി ജനിച്ചിട്ട് കാര്യമില്ല, കുട്ടി സാലിഹീങ്ങളാകുന്ന മക്കളായി മാറണം. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് എപ്പോഴും ദുആ ഇറക്കണം, അല്ലാഹു സാലിഹായ മക്കളെ തരണേ അല്ലാഹ്. എല്ലാ അംബിയാ മുർസലീങ്ങളും ദുആ ചെയ്ത ദുആ അതാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യ സമയത്തും പടച്ചറപ്പിനോട് ദുആ ചെയ്ത പ്രാർത്ഥനയാണ് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. فبشرناه بغلام حليم. സഹിഷ്ണുതയുള്ള തഖ്വയുള്ളതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരു പ്രവാചകനായ മകനെ തന്നെ നൽകുകയത്രേ. പരിശുദ്ധ ഖുർആൻ
എത്ര വാപ്പമാരാണ് മക്കൾ സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? എത്ര ഉമ്മമാരാണ് ദുആ ചെയ്യുന്നത്? ഗർഭധാരണ വേളയിൽ ഖുർആൻ ഓതാൻ കഴിയുന്ന ഉമ്മയല്ലേ 9 മാസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി നൽകിയ കാലയളവല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി? എന്തേ നീ ഖുർആൻ ഓതാതെ പോയത്? ഗർഭധാരണ വേളയിൽ 9 മാസത്തിനിടയ്ക്ക് ഒരു അശുദ്ധിയുടെ ഘട്ടം പോലും അല്ലാഹു നിനക്ക് നൽകുന്നില്ല. ഖുർആൻ ഖത്മ തീർക്കാനുള്ള അവസരമാണ്. റമളാനിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം അശുദ്ധി പറഞ്ഞിട്ട് അതിലെ ഉള്ളതാകുന്ന ഖുർആൻ ഓതലുകൾ മുടക്കി വെച്ചതാകുന്ന പെങ്ങളല്ലേ, ഇതാ 9 മാസം നിരന്തരമായി അല്ലാഹു നിനക്ക് ശുദ്ധിയുടെ ഘട്ടം തരുവയാണ്. ഖുർആൻ ഖത്മ തീർക്കണേ. ഖുർആൻ ഖത്മ തീർത്തുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഉദരത്തിൽ ജനിക്കുന്നതാകുന്ന കുഞ്ഞ്, എനിക്ക് ജപിക്കുന്നതാകുന്ന പൊന്നുമോനാകട്ടെ പൊന്നുമോളാകട്ടെ, നീ സാലിഹാക്കണേ അല്ലാഹ്. ഈ ഖുർആൻ ഖത്മ അതിനു വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു അല്ലാഹ്. ആദരവായ പ്രവാചകൻ പറഞ്ഞില്ലയോ, അൽ ബൈത്തുല്ലദീ യഖറഉ ഫീൽ ഖുർആൻ യക്സുറു ഖൈറുഹു. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്ത് അധികരിക്കുമേ, ഖൈർ അധികരിക്കുമേ. ആ വീട്ടുകാർക്ക് വയത്തസിഉ അലാ അഹ്ലിഹി. ആ ഖുർആൻ ഓതുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിൽ വിശാലത അല്ലാഹു നൽകുകയാ. ഈ കുട്ടി ജനിക്കുന്നതിലൂടെ സമ്പത്തിനും സന്താനത്തിനും അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്. വൽ ബൈത്തുല്ലദീ ലാ യഖറഉ ഫീഹിൽ ഖുർആൻ യഖില്ലു ഖൈറുഹു വയളീഖു അലാ അഹ്ലിഹി. പരിശുദ്ധമായ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യാത്തതായ ഏതൊരു വീടുണ്ടോ ആ വീട്ടിൽ ബറക്കത്തില്ല. ആ വീട്ടുകാർക്ക് എപ്പോഴും പ്രയാസമാണ്. സാമ്പത്തികമായ ഞെരുക്കമാണ്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഉമ്മയുടെ മനസ്സ് വിഷമിക്കുകയാണ്. വേണ്ട രീതിക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഈ കുഞ്ഞ് പിറക്കുന്നത്. ദുഃഖിച്ചിട്ട് കാര്യമില്ല പെങ്ങളെ. 9 മാസം ശുദ്ധിയുടെ ഘട്ടമായിരുന്നു. നീ ഖുർആൻ പാരായണം നടത്താത്തവളല്ലേ, ദിക്ർ ചെല്ലാത്തവളല്ലേ, അശുദ്ധിയുടെ ഘട്ടത്തിൽ പോലും ചെല്ലാൻ പറ്റിയിരുന്ന സ്വലാത്തിനെ അവഗണിച്ചവളല്ലേ. അല്ലാഹുവിന്റെ റസൂൽ നിന്റെ ജീവിതത്തിൽ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുമോ? നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. ഖുർആൻ ഓതുന്ന ഒരു വീട്ടിൽ എല്ലാ ബറക്കത്തും അധികരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.